മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കാൻ ഇഹപര ജീവിതം വിജയമായി തീരുന്നതിന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ പരമാവധി ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വചനം സൂറത്തുൽ ബഖറയുടേത് ഇന്ന് നമ്മുടെ പ്രതിപാദ്യ വിഷയമാക്കുകയാണ്. ഏതാണ്ട് ഇസ്ലാമിക സമൂഹം കൃത്യമായ ഒരു വിശ്വാസത്തിൻ്റെയും ഒരു തെളിഞ്ഞ കൃത്യതയാർന്ന ഒരു പിന്തുടർച്ചയുടെയും രീതിയിൽ നിലകൊള്ളുന്നവരാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹം. കാരണം അവർ ഉൾക്കൊള്ളുന്നത് കേവലം ഏതെങ്കിലും ഒരു പ്രവാചകനെ മാത്രമല്ല, മനുഷ്യാരംഭം മുതൽ മാർഗദർശനത്തിനായി അള്ളാഹു നിയോഗിച്ചയച്ച മുഴുവൻ നബിമാരുടെയും മാർഗം ഒന്നാണെന്നും പ്രബോധിത സമൂഹത്തിന് അവർ നൽകിയ സന്ദേശം വിശ്വാസത്തിൽ ഏകകമാണെന്നും അടിയുറച്ച് വിശ്വാസം ഉൾക്കൊള്ളുന്നവരാണ് മുസ്ലിം ലോകം. അത് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് അതിൻ്റെ ആരംഭം തന്നെ സൂറത്തുൽ ബഖറയിലാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നബിമാരിലൂടെയും സ്ഥാപിതമായതും മനുഷ്യവംശത്തോട് അള്ളാഹു തിരിച്ചാവശ്യപ്പെടുന്നതും നിങ്ങളുടെ ശക്തിയും കഴിവും നിങ്ങളുടെ തൻ്റേടവും ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്നതിനും പരലോകത്ത് നിങ്ങൾ വിജയികളായി തീരുന്നതിനും നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു വിശ്വാസമുണ്ട്. അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അവന് മാത്രം നിർവഹിക്കുന്ന ഇബാദത്തുമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അപ്പോൾ ഖുർആൻ വ്യക്തമാക്കി പ്രഖ്യാപിച്ചതും പ്രസ്താവിച്ചതുമാണ്, നിനക്ക് മുൻപ് ഒരു ദൈവദൂതരും നിയോഗിതരായിട്ടില്ല. അവർ ജനങ്ങളോട് പറയുവാൻ സന്ദേശം നൽകിയിട്ടല്ലാതെ ഞാൻ മാത്രമാകുന്നു അവരുടെ ഇലാഹ്. അതുകൊണ്ട് അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യട്ടെ എന്ന നിർദ്ദേശം നൽകാതെ ഒരു പ്രവാചകനും നിയുക്തമായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്വയം അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊരു പുതിയ ഒരു റസൂലല്ല, മറിച്ച് തുടർച്ചയായി അള്ളാഹു നിയോഗിച്ചു പോന്ന പ്രവാചകന്മാരുടെ ഖത്മാണ്, അവസാനമാണ്, അന്ത്യപ്രവാചകനാണ് ഞാൻ. ഇത് അവിടുന്ന് അറിയിക്കുകയും ചെയ്തു. സൂറത്തുൽ ബഖറ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും
വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഇതാണ് സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്ത്. അതിൽ മനുഷ്യവംശത്തെയാണ് സംബോധന ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങളുടെ ഇബാദത്ത് നിങ്ങളുടെ രക്ഷിതാവാരോ ആ രക്ഷകനായ നാഥന് നിർവഹിക്കണം. അപ്പോൾ നിങ്ങളുടെ പിൻതലമുറയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കാൾ വമ്പന്മാരും കഴിവുറ്റവരും ശേഷിയുള്ളവരും ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചവരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ടാവും മനുഷ്യവർഗത്തിൽ. അപ്പം നിങ്ങളുടെ രക്ഷകൻ ആരാണോ അവൻ തന്നെയാണ് നിങ്ങളുടെ പൂർവികരുടെ റബ്ബും. അതുകൊണ്ട് പൂർവികരുടെ റബ്ബ് ആരാണോ ആ റബ്ബിന് തന്നെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, പൂർവികരിൽ ആരോടുമല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിച്ച് വിജയം കൈവരിക്കുന്നവർ ആയിത്തീരാൻ വേണ്ടി. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ വചനത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ ആദ്യത്തെ ഭാഗം, ഒന്ന്, നിങ്ങളും നിങ്ങളുടെ പൂർവപിതാക്കളും ഒരു രക്ഷകന്റെ കീഴിൽ രക്ഷിക്കപ്പെട്ടാണ് ലോകത്ത് ജീവിക്കുന്നത്. അവർ ജീവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്ത് അവരോടാകാൻ പാടില്ല. മറിച്ച് നിങ്ങളെയും അവരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥനാരോ ആ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. കാരണം അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഈ ഭൂമി നിവാസയോഗ്യമാക്കി. മനുഷ്യർ ജീവിക്കണമെങ്കിൽ അവനോടൊപ്പം കോടാനുകോടി വൈവിധ്യം നിറഞ്ഞ ജീവജാലങ്ങളും വേണം. അവയെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. അത് സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. വൽ അർള വളഅഹാ ലിൽ അനാം. ഭൂമിയിൽ മനുഷ്യർ മാത്രമല്ല, ഈ ഭൂമിയുടെ അവകാശികൾ, ഭൂമിയിൽ നിവസിക്കുന്നവർ മനുഷ്യർ മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളുണ്ട്. അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, അറ്റമില്ലാത്തതാണ്, ലക്ഷോപലക്ഷം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അവയ്ക്കെല്ലാം ജീവിക്കാൻ പര്യാപ്തമായ നിലയിലാണ് ഈ ഭൂമിയെ നിവാസയോഗ്യമാക്കിയത്. ഖുർആനിൽ ഒരു ഗൗരവമായൊരു ചോദ്യം മനുഷ്യരോട് ചോദിച്ചത്, അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, നിങ്ങളാണോ സൃഷ്ടിയിൽ അതിമല്ലന്മാർ, ശക്തർ, തൻ്റേടികൾ നിങ്ങളാണോ? നിങ്ങളാണോ വലിയ സൃഷ്ടി എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അതല്ല, നാം നിവർത്തിച്ച ആകാശലോകങ്ങളോ? അമിസ്സമാഉ ബനാഹ. ഇവിടെ രണ്ടാമത് പറയുന്നത് അതാണ്. ഭൂമി പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് ആകാശമാണ്. ഇവിടെ വസ്സമാഅ ബിനാഅൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഭൂമിയെ നിർമ്മിക്കുകയാണ്, ഉപരിതലം. മറ്റൊരു വചനത്തിൽ ഏതാണ്ട് 40-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തുണർത്തിയത് വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂള, നിങ്ങൾ ഈ ഭൂതലം സുരക്ഷിതമായിരിക്കുന്നതിന് ആകാശ ലോകത്ത് നാം ചില ലെയറുകൾ സ്ഥാപിച്ചു എന്നാണ്.
ഒരു മച്ച എങ്ങനെയാണോ താഴെ സുരക്ഷിതത്വം നൽകുന്നത് എന്നതുപോലെ ഭൂമിയുടെ മുകളിൽ ഏതാണ്ട് വാനശാസ്ത്ര നിരീക്ഷകർ 5ഓളം സുരക്ഷിത വലയങ്ങൾ മുകളിലുണ്ട് എന്നാണ്. ഒരു തട്ട് എന്ന ക്രമത്തിൽ, നമ്മൾ അതിലേക്ക് പോകുകയൊന്നുമല്ല. അപ്പൊ അങ്ങനെയാണ് ഖുർആൻ അവിടെ പറഞ്ഞത് വസ്സമാ ബിനാൻ. ഖുർആൻ ചോദിച്ചത് നിങ്ങളാണോ ഗംഭീര സൃഷ്ടി, അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, എന്നിട്ട് അറിയിച്ചത് റഫഅ സംകഹ, നാം ആകാശ ലോകത്തെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അതിനെ സുരക്ഷിതമായി നിലനിർത്തത്തക്ക വിധത്തിൽ സംവിധാനിച്ചതിൻ്റെ അകലത്തെ സംബന്ധിച്ചാണ് പിന്നെ ഖുർആൻ പറഞ്ഞത്. ഇതിൻ്റെ അകലം വളരെ വലുതാണ്. ആ അകലം ക്രമീകരിക്കപ്പെട്ട നിലയിൽ നിലനിന്നില്ലായിരുന്നുവെങ്കിൽ അതിസൂക്ഷ്മമായ ഒരു ജീവാണു മുതൽ വളരെ ദുർബലമായ ജീവജാലങ്ങൾ വേറെയുണ്ട്, ഭീമാകാരനായ തിമിംഗലം വരെ, ഇതിനൊക്കെ ഓരോ നിമിഷം നിലനിൽക്കണമെങ്കിൽ ശ്വസിക്കണമെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വിന്യസിച്ചിട്ടുള്ള വായുമർദ്ദം എല്ലാത്തിനും ഒരുപോലെ വേണം, എല്ലാത്തിനും പറ്റുന്ന ക്രമത്തിൽ വേണമല്ലോ. അത് തിമിംഗലത്തിനായാലും മനുഷ്യനായാലും സൂക്ഷ്മജീവിക്കാണെങ്കിലും അതിന് ശ്വസനമുണ്ട്. ഒന്നിനും ഒരു തകരാറും സംഭവിക്കാതെ ശ്വസനം നിർവഹിച്ച് ഇവിടെ നിലനിൽക്കാൻ പര്യാപ്തമാകുന്ന ക്രമത്തിലുള്ള ഒരു സന്തുലിതത്വം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥാപിച്ചു. ഇതാണ് അവിടെ അള്ളാഹു എടുത്തുണർത്തിയത്. ബാക്കി നിങ്ങൾ ആയത്തിന്റെ വിവരണമൊക്കെ വായിക്കുക. ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചത് വസ്സമാ ബിനാഅൻ, അതൊരു എടുപ്പാക്കി. വ അൻസല മിനസ്സമാഇ മാഅൻ, ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു, വെള്ളം. അത് ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ ഇൽമുൽ ഗൈബ് ഖുർആനിൽ നേർക്ക് നേരെ പ്രയോഗിച്ചത് 5 കാര്യമാണ്. അതിലൊന്ന് മഴയെ സംബന്ധിച്ചാണ് ഖുർആൻ ഉണർത്തിയത്. ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചും ഓരോ മനുഷ്യരുടെയും മരണത്തിന്റെ സമയവും സ്ഥലവും സ്ഥാനവും നിർണയിച്ചതിനെ കുറിച്ചും ഒപ്പം മഴയെക്കുറിച്ചുമാണ്. എപ്പോഴാണ്, എവിടെയാണ്, എത്രത്തോളമാണ്, ഇതൊന്നും മനുഷ്യരെ സംബന്ധിച്ച് ജ്ഞാതമല്ലാത്ത അതീവ രഹസ്യമുള്ള ഒരറിവായിട്ട് അള്ളാഹു ഖുർആനിൽ ഉണർത്തുന്നു. അതിന്നും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് മനുഷ്യൻ വളർന്നാലോ, അപ്പോഴും ഖുർആൻ അവസാനിപ്പിച്ചൊരു വാചകമുണ്ട്. ഇനി ഇതെല്ലാം കണ്ടെത്തി മനുഷ്യന് എൻ്റെ അറിവിൻ്റെ ലോകത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം ഒതുക്കപ്പെട്ട് കഴിഞ്ഞാലും ഖുർആനിലെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന വലൗ അന്ന ഖുർആനൻ സുയ്യിറത്ത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത്ത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗത ബൽ ലില്ലാഹിൽ അംറു ജമീഅ. മനുഷ്യന്റെ വളർച്ച പടിപടിയായിട്ട് വളർന്ന് വികസിച്ച് അതൊരനുഭവമാക്കി മാറ്റി പ്രായോഗിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് പല വിശ്വാസ കാര്യങ്ങളോ പ്രഖ്യാപിത കാര്യങ്ങളോ ഒക്കെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി ഇതെല്ലാം മനുഷ്യന്റെ അറിവിൽ ഉൾപ്പെടുത്തപ്പെട്ടാലും ഒരു ചെറിയ സജഷൻ വഴി, ഇപ്പം റഷ്യയുടെ കയ്യിലുള്ള ഒരു അത്യന്താധുനിക ഒരു നിർമ്മിത യുദ്ധ സാമഗ്രിയെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അത് നൽകുന്ന സജഷൻ 5 ദിശയിലേക്ക് 5 പ്രാവശ്യമാണ്.
അതിന് മറുപടി ഒന്നും ലഭ്യമല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണകൂടവും രാജ്യവും നഷ്ടപ്പെട്ടു എന്നറിയാം. അങ്ങനെ വന്നാൽ ലോക രാജ്യങ്ങളെ ഒന്നടക്കം തകർക്കലാണ് പിന്നെ അതിൻ്റെ ലക്ഷ്യം. അതിനെ ആർക്കും നിയന്ത്രിക്കാനും കാണാനും കഴിയില്ല. ഞാൻ അതിൻ്റെ വിവരണത്തിലല്ല. അങ്ങനെ മനുഷ്യൻ അറിവ് പ്രാപിച്ചാലും ഒരു സജഷൻ കൊടുത്താൽ മതി, ഒരു ചെറിയ ഒരു നിർദ്ദേശം, ഒരു ബട്ടൺ അമർത്തുക എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ കൊടുത്താൽ മതി. സുയ്യിറത്ത് ബിഹിൽ ജിബാൽ, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും. അങ്ങനെ പോകുന്ന ഒരവസ്ഥ, മനുഷ്യന്റെ അറിവിന്റെ പാരമ്യതയെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതിന്റെ വളർച്ച എത്രത്തോളമാണെന്ന്. നിങ്ങളൊരു സജഷൻ കൊടുക്കുമ്പോൾ പർവ്വത ശിഖരങ്ങൾ നീങ്ങിപ്പോയാൽ വലിയ വലിയ ഭീമമായ പർവ്വതങ്ങൾ നീങ്ങുന്നു, ചലിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ മുറിക്കപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായി ഖുർആൻ പറഞ്ഞത് വെള്ളം കത്തുമെന്നാണ്. അന്ന് ഒരു 13-14 നൂറ്റാണ്ടിന് ശേഷമല്ലാതെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനുഷ്യകുലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, മറ്റൊരായത്തിൽ വൈദൽ ബിഹാറു സുജ്ജിറത്ത്. ഈ 3/2 ഭാഗം വരുന്ന കടൽ ജലങ്ങൾ കത്തിക്കപ്പെടുന്നു. അപ്പൊ അതിൻ്റെ തീഗോളത്തിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നതുപോലൊരു പ്രഖ്യാപനമാണ് ഭൂഖണ്ഡങ്ങൾ വിഭജിതമാകുക എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന രൂപമല്ല. പിന്നീട് അതിന് ആ നിലയിൽ വിഭജിതമായി എന്ന് സങ്കല്പിക്കുക. ഔ കുല്ലിമ ബിഹിൽ മൗത്ത, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയവർ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കപ്പെട്ടാൽ. ഒരു സജഷൻ കൊടുക്കുമ്പോൾ ഹിറ്റ്ലർ പറയുകയാണ്, മൂസാ നബി പറയുകയാണ്, ഫിർഔൻ പറയുകയാണ്, നമ്രൂദ് എഴുന്നേറ്റ് എന്ന് സംസാരിക്കുകയാണ്. അത്ര അറിവിന്റെ അവസ്ഥ എത്തിയത് വച്ചോ. ഒരു മനുഷ്യന്റെ കണ്ടെത്തലുകളും പ്രായോഗിക ജ്ഞാനവും അവന്റെ ഗവേഷണ നിരീക്ഷണ അറിവുകളിലൂടെയും മനുഷ്യരാശി വളർന്ന് ഉയർന്ന് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത്രയും അറിഞ്ഞു, അപ്പോഴും നീ നിഗളിക്കേണ്ടെന്നാണ്. അപ്പൊ അതിന്റെ അവസാനം പറഞ്ഞത് ബൽ ലില്ലാഹിൽ അംറു ജമിയ, അപ്പോഴും എല്ലാ കാര്യങ്ങളുടെയും നിലനിൽപ്പ് അല്ലാഹുവിലാണല്ലോ എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ പറഞ്ഞത് ലോകത്ത് നിന്ന് മഴ വർഷിക്കും. അതൊരു അള്ളാഹുവിന്റെ പ്രത്യേകമായ അറിവിന്റെ സങ്കേതത്തിൽപ്പെട്ടതാണ് മഴ. നിങ്ങൾക്ക് ഭക്ഷ്യമായി സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ മഴ മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടും. ആരും കൃഷി ചെയ്യൊന്നും വേണ്ട. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തരിശായി കിടക്കുന്ന ഭൂതലം, വൈവിധ്യം നിറഞ്ഞ ജീവജാലങ്ങൾ, ഈ സസ്യാദികൾ മുളയ്ക്കും, വളരും, വൃക്ഷലതാദികൾ വളരും. അത് ഒരു വലിയ കൊടും വനമായി തീരും അവസാനം. അങ്ങനെ പല രീതിയിലും വിശുദ്ധ ഖുർആനിലെ ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ എന്നാണ് സൂറത്ത് അൻആമിൽ ആണ് ആ ആയത്ത് വന്നത്. അള്ളാഹു എല്ലാ ധാന്യമണികളെയും പിളർത്തിയിട്ട് അതിനെ കിളിർപ്പിക്കുകയാണ്. ഒന്നും അതിൽ നിന്നുണ്ടാവുകയല്ല, ധാന്യമണികളെല്ലാം പിളരണം, എന്നിട്ടാണ് അതുണ്ടാകുന്നത്. വള്ളിച്ചെടികൾ വരുന്നത്, സസ്യത്തിന് മുകുളങ്ങൾ ഉണ്ടാകുന്നത്. വന്നവ, ഈത്തപ്പഴത്തിൻ്റെ കുരുവും അതിനെന്തെല്ലാമോ പ്രത്യേകതയുണ്ട് അതിൻ്റെ രൂപപ്പെടലില്. അതുകൊണ്ടാണ് എടുത്തു പറയേണ്ടി വന്നത്. ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവവസ്തുവിൽ നിന്ന് നിർജീവമായതിനെ അവൻ ഉൽപ്പാദിപ്പിക്കും. ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉൽപ്പാദിപ്പിക്കുക. വമുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കും മയ്യത്തിൽ നിന്ന്, നിർജീവമായതിൽ നിന്ന്. ദാലിക്കുമുള്ള, അതാണ് അള്ളാഹു. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരായത്താണ്. സൂറത്ത് അൻആമിൽ ചോദിക്കുന്ന ചോദ്യം അതാണ്.
പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത്? ഇത്രയും എന്തിനു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങളും നിങ്ങളുടെ പൂർവ മനുഷ്യ കുലവും ഒരു സുരക്ഷിതമായ നിലയിൽ ഭൂതലത്തിൽ നിലനിന്ന് ജീവിച്ചത് ഒരേ ഒരു ശക്തിയുടെ സംരക്ഷണയിലാണ്. അവനാണ് റബ്ബ്, അവനാണ് ഇലാഹ്, അവനാകുന്നു അല്ലാഹു. അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. എന്നിട്ട് ഇവിടെ ഖുർആൻ അവസാനിപ്പിച്ചത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. അതുകൊണ്ട് നിങ്ങളുടെ ഇലാഹായ അല്ലാഹുവിനെ സമന്മാരായ നിലയിൽ അവനെ നിങ്ങൾ വിളിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും സഹായാർത്ഥിക്കുന്നതിനും സമന്മാരെ സ്ഥാപിക്കരുത്. ഇപ്പൊ ലോകത്ത് എല്ലാ മതങ്ങളുടെയും അപജയം ദൈവത്തോട് സമീപിക്കുന്നതിന്, ദൈവസാമീപ്യം സിദ്ധിക്കാൻ സമന്മാരെ സ്ഥാപിച്ചു എന്നതാണ്. ഇസ്ലാം അടക്കമുള്ള ലോക മതങ്ങളുടെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. ബഹുജനങ്ങളിൽ മഹാഭാഗവും അങ്ങനെയാണ് ചെയ്യുക. അവർ നേർക്ക് നേരെ അല്ലാഹുവേ എന്ന് വിളിക്കാറില്ല. അവരെല്ലാവരും സർവമതവും അതിൻ്റെ മതാനുയായികൾ 90% വിശ്വാസികളാണ്. അവരുടെ എല്ലാ ആരാധനകളും ആ അല്ലാഹുവിലേക്ക് സമന്മാരെ സ്ഥാപിക്കും. കഴിവുറ്റ, കാഴ്ചയുള്ള, കേൾവിയുള്ള, എന്തും ചെയ്യാൻ കഴിയുന്ന, നിവർത്തിക്കാൻ കഴിയുന്ന, കാവലേകാൻ കഴിയും എന്നൊക്കെ വ്യാജമായി ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെയാണ് എല്ലാവരും സമീപിക്കുക. അങ്ങനെ സമീപിക്കുമ്പോഴാണ് അല്ലാഹുവിലേക്ക് അവർ വഴി നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന ഒരു വാദഗതി ലോകത്ത് രൂപപ്പെട്ടത്. വിശുദ്ധ ഖുർആനില് വിശ്വാസികളെ വിളിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് ഒരു വസീല വേണം. ഈ വസീല എന്ന അറബി വാക്കിനെ എന്തെല്ലാം തരത്തിലാണ് തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കിയത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഇമാമും അഗ്രഗണ്യനുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസീല എന്ന വാക്കിന് അർത്ഥം നൽകിയത് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ അതിന് വിവരണം നൽകി. അത് കഅബയുടെ വാതിൽക്കൽ ഇരുന്നിട്ടാണ്. നിങ്ങളിൽ ആർക്കാണ് ഖുർആനിനെ കുറിച്ച് അറിയേണ്ടത്, വസീലയെ കുറിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഖുർആനിന്റെ മിക്ക അറബി പദങ്ങളും ഖുർആനിന്റെ വാചകങ്ങൾക്ക് വളരെ സർവാംഗീകൃതമായ പൂർവികമായി രചിക്കപ്പെട്ട അറബി കവിതകളാണ് പലപ്പോഴും ഉദ്ധരിക്കുക. നമുക്ക് തഫ്സീറുൽ കശാഫൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ അറബി കവിതയായിരിക്കും ഉദ്ധരിക്കുക. അതിലൊരു കവിതയാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന റിജാല ലഹും ഇലൈകി വസീലത്തുൻ. അപ്പൊ ആ വസീല എന്നതിന്റെ അർത്ഥം പറയാൻ വേണ്ടിയാണ്. സർവ പുരുഷന്മാർക്കും നിന്നെ ആവശ്യമുണ്ട്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഡ്രസ്സ് ഭംഗിയായി മോടിയായി വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നാണ് പിന്നെ പറയുന്ന വാക്ക്. അപ്പൊ വസീലയുടെ അർത്ഥം മനസ്സിലായി, ആവശ്യം. അപ്പൊ ഖുർആനിലെ ഈ കൽപ്പന ഒരു സമന്മാരെയും സ്ഥാപിച്ച് നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പറഞ്ഞാൽ മതി. അള്ളാഹുവോട് നേർക്കുനേരെ പറഞ്ഞാൽ മതി, അത് വേറെ ആരും വേണ്ട എന്നാണ്. ഇനി തുടർന്ന് പലതും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ. അള്ളാഹു അല്ലാത്തവരെ ഞാൻ ഒരു സ്നേഹിതനായി എടുക്കണോ? ഇഷ്ടക്കാരൻ, സ്നേഹിതൻ, രക്ഷകൻ, പരിപാലകൻ, കൂട്ടുകാരൻ, നമ്മുടെ സഹായിക്കുന്നവൻ, ഇങ്ങനെ ഒരാളെ ഞാൻ എടുക്കണോ? ഫാത്തിരി സമാവാത്തി വല്ലർള്, പ്രപഞ്ചം മുഴുവനും
ഒരു മുൻ മാതൃകയില്ല. അങ്ങനെയാണ് ഇതിന്റെ ആദ്യ രൂപകൽപ്പന. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഹാറൂൻ റഷീദ്, ഒരു ഖലീഫ ഹാറൂൻ റഷീദ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക, ആ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും മനുഷ്യർ ഈ ഭൂതലത്തിൽ ജീവിക്കുന്നു. ആ മനുഷ്യരെല്ലാം ഒരു ഭാഷയല്ല സംസാരിക്കുന്നത്. ആശയവിനിമയത്തിന്റെ മാധ്യമമാണ് ഭാഷ. ഭാഷകളുടെ 1000 ഭാഷകളുടെ വൈവിധ്യം, വർണ്ണങ്ങളുടെ വൈവിധ്യം, രാഗങ്ങളുടെ വൈവിധ്യം. ഒരു സ്വരത്തെയാണ് 7 സ്വരമായി വൈവിധ്യമായ രാഗങ്ങളാക്കുന്നത്, ഒരു ശബ്ദത്തെ. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടാവിന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുവാൻ ഏതൊരു ബുദ്ധിമാനും ഇത്രയും ധാരാളം മതി എന്നാണ് ഇമാം മാലിക് അലൈഹി റഹ്മ മദീനയിൽ വച്ച് ഖലീഫ ഹാറൂൻ റഷീദിനോട് പറഞ്ഞത്. ഇമാമുൽ ആലം അബൂ ഹനീഫ അലൈഹി റഹ്മയോട് ചോദ്യം ചോദിച്ചു, ഇതിനെന്താണ് ഒരു വഴിയെന്ന്. ഞാനതൊരു പ്രത്യേക വിഷയമാണ് സത്യത്തിൽ അത്. അപ്പോൾ ഇമാമുൽ ആലം പറഞ്ഞ മറുപടി, കടലിൽ ഒരു ഭീമമായ ചരക്കുകൾ നിറഞ്ഞ, എത്രയോ വസ്തുവകകൾ നിറഞ്ഞ, എല്ലാം ഒന്നിനൊന്ന് മെച്ചവും വ്യത്യസ്തവും വിവിധങ്ങളുമാണ്. ഒരു കപ്പൽ സ്വയം കപ്പിത്താനില്ലാതെ, വേറെ ഒരു നിയന്ത്രണവുമില്ലാതെ കടലിൽ സഞ്ചരിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചോദ്യകർത്താവ്, നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് കഴിയുക? അതാണ് ഇവിടെ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. മഹാനായ ഇമാം ഷാഫി അലൈഹി റഹ്മയോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പൂർവികരായ മഹത്തുക്കൾ ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ അടക്കം മഹത്തുക്കളായ ഇമാമുകളോടൊക്കെ അള്ളാഹുവിന്റെ നിറസാന്നിധ്യം ഈ മഹാപ്രപഞ്ചത്തിന്റെ ചലനത്തിന്റെ അതിസൂക്ഷ്മതലങ്ങളുടെ പിന്നിൽ നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ അവരെത്രയോ ആ കാലഘട്ടത്തിനനുസരിച്ച് മറുപടി പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ ഒരു വാക്കാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, സൂറത്ത് അൻആം. അതിൽ അള്ളാഹു പറഞ്ഞത്, വഹുവ യുത്ഇമു, അവൻ ഭക്ഷ്യം നൽകുന്നു. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, ആഹരിക്കാൻ ഭക്ഷണം വേണം, നിങ്ങളുടെ ആരോഗ്യ സംവിധാനത്തിന് വായു ക്രമീകരിക്കപ്പെടണം, ജീവിതത്തിന് നിവാസയോഗ്യമായി ഭൂമിയുടെ പ്രതലത്തെ ഒരുക്കണം. ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു അവൻ. ഇതിൽ വേറെ ആർക്കും തടസ്സമൊന്നുമില്ല. ഇപ്പൊ ഒരു വസ്തു ഇല്ലാതെ സൃഷ്ടിക്കുന്നതിലാണ്. ഖുർആൻ ചോദിച്ച ഒരു ചോദ്യം, ഒരു പുൽക്കൊടിയെങ്കിലും, പുല്ല്, അതൊരുപാട് വിവരിക്കാനുള്ളതാണ് ആ ഒരു വാക്ക്. അതിനിസ്സാരമായൊരു പുല്ലിനെ കുറിച്ചാണ് ഖുർആൻ അവിടെ ചോദിച്ചത്. അതിലേതെങ്കിലും ഒരു പുല്ലിന്റെ ഒരംശമെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അവർ എന്നാണ് ചോദ്യം. ഇവിടെ അള്ളാഹു എല്ലാവർക്കും ഭക്ഷ്യം നൽകുന്നു, വിഭവങ്ങൾ നൽകുന്നു. വലാ യുത്ഇം, അവന് നിങ്ങൾ ഒരു നിവേദ്യവും നൽകണ്ട. നിങ്ങളുടെ പണം കൊടുക്കണ്ട, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണ്ട. നമ്മളിപ്പോ വർഷത്തിൽ ഇപ്പൊ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ മക്ബറയുടെ അവിടെ കൊണ്ടുപോയാണ് പത്തിരി ഇറച്ചിയും കൊടുക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ നിങ്ങൾ ഒരു ഭക്ഷണവും ഒരു സ്ഥലത്തും എത്തിക്കണ്ട. അത് മനുഷ്യർക്കിടയിൽ മാനുഷികതയുടെ അംഗീകാരത്തിന് അപ്പുറത്തേക്കൊന്നുമില്ല. അവരുടെ നിലനിൽപ്പാണ്, അവരോടുള്ള സഹായമാണ്, അവരോടുള്ള കരുതലാണ്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ ഖുർആൻ സൂറത്തുൽ ബഖറ, നിങ്ങളും നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ രക്ഷകനായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അത് ജീവിതത്തിൽ നിലനിൽപ്പ് മാത്രമല്ല, നിങ്ങളുടെ ശക്തി മാത്രമല്ല, പരലോക വിജയത്തിനും അത് നിമിത്തമാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.